ട്രാൻസ്ഫ്യൂഷൻ PRBC, ട്രാൻസ്ഫ്യൂസ് ഫോർ RDPs, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ഒരു പേഷ്യൻറ്റ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രൂപ്പിംഗ് ആൻഡ് ക്രോസ് മാച്ചിനുള്ള സാമ്പിൾ എടുക്കണം. ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് പേഷ്യൻ്റെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടുപിടിക്കാൻ, പിന്നെ RH സ്റ്റാറ്റസ് നോക്കണം, RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇനി ക്രോസ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് വരുന്ന ഡോണർ ബ്ലഡും നമ്മളെടുത്ത സാമ്പിളിലുള്ള റെസിപ്പിയൻ ബ്ലഡും കൂടി ഒരു കമ്പാറ്റബിലിറ്റി ടെസ്റ്റാണ്. അതായത് നമുക്കറിയാത്ത ആൻറ്റിജൻസും ആൻറ്റിബോഡീസും തമ്മിൽ വേറെ എന്തെങ്കിലും ക്രോസ് റിയാക്ഷൻ ഉണ്ടോ നോക്കാം. അങ്ങനെ റെഡ് ട്യൂബിലും പേർപ്പിൾ ട്യൂബിലും ഒരു 2 ml വീതം ബ്ലഡ് എടുക്കുക. എന്നിട്ട് ക്രോസ് മാച്ച് ഫോം ഫില്ല് ചെയ്യുക. അതിനകത്ത് പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, ഡയഗ്നോസിസ്, നമുക്ക് വേണ്ട ബ്ലഡ് പ്രോഡക്റ്റ്, പിന്നെ റീസെൻറ്റ് റിപ്പോർട്ട്സ്, ഇതെല്ലാം മസ്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ഡൊണേഷൻ സ്ലിപ്പ് ഉണ്ട്, അതും അറ്റാച്ച് ചെയ്യുക. അങ്ങനെ ക്രോസ് മാച്ച് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇനി ഒരു 1 to 2 hours കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും. അങ്ങനെ ഒരു 2 hours കഴിഞ്ഞ് നമുക്ക് അവൈലബിലിറ്റി വയ്ക്കാൻ പോകും. ഈ അവൈലബിലിറ്റി വയ്ക്കാൻ മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് ഡൊണേഷൻ സ്ലിപ്പ്. അങ്ങനെ ഫ്രീ ആയിട്ട് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് ഒന്നും കിട്ടില്ല. പേഷ്യൻ്റെ അറ്റൻഡറിന് എങ്ങനെയെങ്കിലും കൺവിൻസ് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറയണം. അങ്ങനെ എങ്ങനെയെങ്കിലും ഡൊണേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഡൊണേഷൻ സ്ലിപ്പായിട്ട് ബ്ലഡ് ബാങ്കിൽ പോകാം. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് അവൈലബിൾ ആയിട്ടുള്ള ടൈം അവർ പറയും. അങ്ങനെ ആ അവൈലബിൾ ടൈമിൽ ഒരു 3-4 സ്റ്റിക്കറായിട്ട് പോയി ബ്ലഡ് എടുക്കുക. അതെടുത്തിട്ട് കൊണ്ട് നമ്മൾ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റർ ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. പേഷ്യൻ്റ് ഡീറ്റെയിലും എക്സ്പയറി ഡേറ്റ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൊണേഷൻ ഇല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് പോവുകയും വേണ്ട. അതുകൊണ്ട് എലിജിബിൾ ആയിട്ടുള്ളവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, ലൈഫ് സേവ് ചെയ്യുക.